വെൽക്കം ടു ഇതിഹാസ അക്കാഡമി. ഇതിഹാസ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ജനറൽ പേപ്പറിൻ്റെ ഭാഗമായിട്ടുള്ള ഫിലോസഫിയുടെ സെക്കൻഡ് പാർട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുമായിട്ട് ഫിലോസഫിയും സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെടുത്തി എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെ ഭാഗമായിട്ട് പ്രീവിയസ്ലി സെറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓസ് വേർഡ്സ് ആർ ദീസ് അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് എ വർത്ത് ലിവിങ് എന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കപ്പെടാത്ത ജീവിതം ഒരു ജീവിതമല്ല. അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് എ വർത്ത് ലിവിങ് എന്ന് അഭിപ്രായപ്പെട്ടത് പ്ലേറ്റോ, ജോൺ ലോക്ക്, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ. അദ്ദേഹം ഈ അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് എ വർത്ത് ലിവിങ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു തത്വചിന്തയിൽ അധിഷ്ഠിതമായിട്ട് പറഞ്ഞിരിക്കുന്ന ചില പദങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് വിദ്യാഭ്യാസ ദാർശനിക രംഗത്ത് മുന്നോട്ട് വെച്ചത് ആരാണ്? ഓസ് വേർഡ്സ് ആർ ദീസ് അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് എ വർത്ത് ലിവിങ്. നമുക്ക് ഓപ്ഷൻസുകൾ ഞാൻ വായിച്ചു. പ്ലേറ്റോ, ജോൺ ലോക്ക്, സോക്രട്ടീസ് ആൻഡ് അരിസ്റ്റോട്ടിൽ. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് സോക്രട്ടീസ് ആണ്. അപ്പോൾ സോക്രട്ടീസ് ആണ് അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് എ വർത്ത് ലിവിങ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സോക്രട്ടീസ് ആണ്. ഓക്കെ, ദെൻ വിച്ച് ആക്ട് ഈസ് നോൺ ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ നയം ഏതാണ്? വിദ്യാഭ്യാസ ആക്ട്, എഡ്യൂക്കേഷൻ ആക്ട് ഏതാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ആക്റ്റുകൾ പഠിക്കാനായിട്ടുണ്ട് കുട്ടികളെ. വുഡ്സ് ഡെസ്പാച്ച്, മെക്കാളെ മിനിറ്റ്സ്, അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നിങ്ങനെയുള്ള നിരവധി എഡ്യൂക്കേഷൻ ആക്റ്റുകൾ നമുക്ക് പഠിക്കാറുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ ആൻഡ് ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ഇന്ത്യ. നമ്മൾ നിരവധി വിദ്യാഭ്യാസ കമ്മീഷനുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, കൊളോണിയൽ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ വുഡ്സ് ഡെസ്പാച്ച്, മെക്കാളെ മിനിറ്റ്സ് അടക്കമുള്ള നിരവധി എഡ്യൂക്കേഷൻ ആക്റ്റുകളും, അതുപോലെ തന്നെ ആഫ്റ്റർ നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ഇതുപോലെയുള്ള നിരവധി എഡ്യൂക്കേഷൻ ആക്റ്റുകളെയും കമ്മീഷനുകളെയും ഒക്കെ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഹിയർ ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് ടു മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? വുഡ്സ് ഡെസ്പാച്ചിനെയാണ്. ഏതാണ്? വുഡ്സ് ഡെസ്പാച്ചാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജ് വാസ് പ്രൊപ്പോസഡ് ബൈ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ആഗോളപരമായിട്ട് നമ്മുടെ ഈ സമൂഹത്തെ തന്നെ ഒരു ആഗോള വില്ലേജായി കാണുക എന്നറിയപ്പെടുന്ന ആ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റിനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നുള്ളതായിരുന്നു. പോളോ ഫിയർ, സ്വാമി വിവേകാനന്ദൻ, മാർഷൽ മക്ലുഹാൻ, മാരിയ മോണ്ടിസോറി. The correct answer is once again the concept of global village was proposed by പ്രൊപ്പോണ്ടഡ് ബൈ. അപ്പോൾ ആരാണ് ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ മാർഷൽ മക്ലുഹാൻ ആണ്. മാർഷൽ മക്ലുഹാൻ ആണ് ഗ്ലോബൽ വില്ലേജ് എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ വില്ലേജ് ദാറ്റ് കോൺസെപ്റ്റ് ഈസ് പുട്ട് ഫോർവേഡ് ബൈ പ്രൊപ്പോണ്ടഡ് ബൈ ദി മാർഷൽ മക്ലുഹാൻ. The next question, critical pedagogy is the contribution of which philosopher? ഞാൻ നേരത്തെയും പരിചയപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കൽ പെഡഗോജി, ചൂഷകരുടെ വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്ന ആശയവുമായിട്ട് രംഗത്ത് വന്നത് ആരാണ്? പോളോ ഫിയർ, ജോൺ ലോക്ക്, റൂസോ ആൻഡ് ജോൺ ഡൂയി. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ആരാണ്? പോളോ ഫിയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം. പോളോ ഫിയർ, ജോൺ ലോക്ക്, റൂസോ, ജോൺ ഡൂയി. അപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോഗി എന്നറിയപ്പെടുന്ന ആശയം വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ആരുടെ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ? പോളോ ഫിയർ ആണ്. ഓക്കെ, ഹിയർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 ലാംഗ്വേജ് അല്ലെങ്കിൽ ത്രിഭാഷാ പാഠ്യപദ്ധതി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. 3 ലാംഗ്വേജ് ഫോർമുല ഈസ് സജസ്റ്റഡ് ബൈ രാധാകൃഷ്ണൻ കമ്മീഷൻ, മെക്കാളെ മിനിറ്റ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ 1964-66 ആൻഡ് ലാസ്റ്റ് വുഡ്സ് ഡെസ്പാച്ച്. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. ഒന്നുകൂടി, 3 ലാംഗ്വേജ് ഫോർമുല ഈസ് സജസ്റ്റഡ് ബൈ. ദ കറക്റ്റ് ആൻസർ ഈസ് ടു ഇന്ത്യൻ
എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66. അപ്പോൾ ത്രിഭാഷാ പാഠ്യപദ്ധതി സജസ്റ്റ് ചെയ്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ്? കറക്റ്റ് ആൻസർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇയറും കൂടെ ഉണ്ട്, 1964-66. ഹ്യൂമൻ മൈൻഡ് അറ്റ് ബ്രെത്ത് ആസ് എ ടാബുല റാസ. ടാബുല റാസ എന്ന അഭിപ്രായം. ഹ്യൂമൻ മൈൻഡ് അറ്റ് ദ ബ്രെത്ത് ഈസ് എ ടാബുല റാസ. ഹൂ സെഡ് ദിസ്? ആരാണ് ഹ്യൂമൻ മൈൻഡിനെ ബ്രെത്ത് സേജിൽ ടാബുല റാസ എന്ന് അഭിപ്രായപ്പെട്ടത്? ടാബുല റാസ. ഈ സെഡ് ദാറ്റ് ജോൺ ലോക്ക്, ജോൺ ഡൂയി, പ്ലാറ്റോ ആൻഡ് സ്പെൻസർ. ദ കറക്റ്റ് ആൻസർ ഈസ് ജോൺ ലോക്ക്. According to John Locke, human man at the birth is a tabula rasa. Okay, the next question. Rig Veda says education is the process which make man self-reliant and അപ്പോൾ എന്താ പറയുന്നത്? ഋഗ്വേദത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഋഗ്വേദത്തിൽ അത് അർത്ഥമാക്കുന്നത്. സോ ഋഗ്വേദത്തിൽ പറയുന്നത് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യൻ നേടിയെടുക്കുന്നത് സെൽഫ് റിയലൻ്റ് ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ സെൽഫ് റിയലൻ്റ് നേടിയെടുക്കുന്നതിനോടൊപ്പം സെൽഫ്ലെസ്, ഹ്യൂമൻ, യൂസ്ഫുൾ, വർത്തി. ഏതാശയമാണ് സെൽഫ് റിയലൻ്റ്? സ്വാശ്രയത്വ ശീലം, സെൽഫ് റിയലൻ്റ് ആയി തീരുന്നു വ്യക്തികൾ. അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഋഗ്വേദത്തിലൂടെ അർത്ഥമാക്കുന്നത്, ഋഗ്വേദത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് വിച്ച് മേക്ക് സെൽഫ് റിയലൻ്റ് ആൻഡ് സെൽഫ്ലെസ് ആണ്. ഏതാണ്? സെൽഫ്ലെസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഋഗ്വേദ സേവ്സ് എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് വിച്ച് മേക്ക് സെൽഫ് റിയലൻ്റ് ആൻഡ് സെൽഫ്ലെസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി വിച്ച് ഡീൽസ് വിത്ത് തിയറീസ് ആൻഡ് നാച്ചർ ഓഫ് റിയാലിറ്റി. തിയറീസ് ആൻഡ് നാച്ചർ ഓഫ് റിയാലിറ്റി എന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഏത് ഫിലോസഫിയുടെ ബ്രാഞ്ചിൻ്റെ ഭാഗമാണ്? ഒരു ഫിലോസഫിയിൽ ഒരുപാട് ബ്രാഞ്ചസുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആക്സിയോളജി, മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റിമോളജി. ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി. ഫിലോസഫിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസുകളാണ്. ഈ ബ്രാഞ്ചുകളിൽ ഏത് ബ്രാഞ്ചിലാണ് നാച്ചർ ഓഫ് റിയാലിറ്റിയെക്കുറിച്ച്, യാഥാർത്ഥ്യവാദം, നാച്ചർ ഓഫ് റിയാലിറ്റിയെക്കുറിച്ച് ഡീൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ദ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി വിച്ച് ഡീൽ വിത്ത് തിയറീസ് ആൻഡ് നാച്ചർ ഓഫ് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ്: ആക്സിയോളജി, മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റിമോളജി, വേദാന്ത. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ടു മെറ്റാഫിസിക്സ് ആണ്. അപ്പം മെറ്റാഫിസിക്സ് ആണ് നാച്ചർ ഓഫ് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് വേദ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യൻ മ്യൂസിക്? അപ്പോൾ ഇന്ത്യൻ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വേദ ഏതാണ്? അല്ലെങ്കിൽ മ്യൂസിക്കിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ടു സാമവേദ. സോ വിച്ച് വേദ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യൻ മ്യൂസിക് ഈസ് സാമവേദ. ഓരോ വേദങ്ങളെക്കുറിച്ച് നമുക്ക് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും വേദാംഗങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാ ടേമിലും കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി ക്വസ്റ്റ്യൻസ് വരും. അതിലൊന്നാണ് ദ പ്രോസസ് ത്രോ വിച്ച് ഓൺ ലേൺ ദ നോംസ് ഓഫ് എ കൾച്ചർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓൺസ് ഓൺ ഈസ്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് വന്നത് കൾച്ചറൽ ട്രാൻസ്മിഷൻ, മൾട്ടി കൾച്ചറലിസം, എൻകൾച്ചറലൈസേഷൻ, ആക്യുലറൈസേഷൻ എന്നിവയാണ്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇത്രയുമാണ്. ഇത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു പദം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടിയിട്ടുള്ള കാര്യം ഇത്രയുമാണ്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിൽ നിന്ന് അവരുടെ സാംസ്കാരിക ശൈലി സ്വീകരിക്കുന്ന ഒരു പ്രവണത, തങ്ങളുടേതല്ലാത്ത മറ്റൊരു കൾച്ചറൽ നോംസിനെ ഞാൻ ഉൾക്കൊള്ളുകയാണെങ്കിൽ ദ പ്രോസസ് ത്രോ വിച്ച് ഓൺ ലേൺ ദ നോംസ് ഓഫ് കൾച്ചർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓൺസ് ഓൺ ഈസ്. അപ്പോൾ എൻ്റേതല്ലാത്ത കുറച്ച് സാംസ്കാരികപരമായിട്ടുള്ള നോംസുകളെ മറ്റൊരു ആളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള ആ ഒരു പ്രോസസ്സിങ്ങിനെ കൾച്ചറിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ വിളിക്കുന്ന പേര് കൾച്ചറൽ ട്രാൻസ്മിഷൻ. കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സാംസ്കാരിക പ്രസരണമാണ്. കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ സാംസ്കാരിക പ്രസരണമാണ്. ഇനി ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചറുണ്ട്, അതാണ് സാംസ്കാരിക നവീകരണം.
നവീകരിക്കുക. നമ്മുടെ സംസ്കാരം ഒരിക്കലും ഇങ്ങനെ ഒരുപോലെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമല്ല, മാറ്റത്തിന് വിധേയമാണ്. അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചർ എന്നറിയപ്പെടുന്നത്. ദെൻ വരുന്ന എക്യുലറൈസേഷൻ ഉണ്ട്, ദെൻ വരുന്ന ആക്യുലറൈസേഷനുണ്ട്, എൻകൾച്ചറലൈസേഷനുമുണ്ട്, ആക്യുലറൈസേഷനുമുണ്ട്. അപ്പോൾ ഇവിടെ ആക്യുലറൈസേഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്നത്, ആക്യുലറൈസേഷൻ. സോ ആക്യുലറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്, ദ പ്രോസസ് ത്രോ വിച്ച് ഓൺ ലേൺ ദ നോംസ് ഓഫ് കൾച്ചർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രോം ഓൺ സോൺ. മനസ്സിലാകുന്നില്ല? ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്യുലറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നറിയപ്പെടുന്നത് കിഡ്സ് ലേൺ ടു ലിങ്ക് ദെയർ ആക്ഷൻ with the consequence. When they are allowed to experience the consequence of their behavior, select the suitable school of philosophy related with this above mentioned statement. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലേൺ ടു ലിങ്ക് ദെയർ, അവരുടെ ആക്ഷൻസ്, അവരുടെ പ്രവൃത്തികളെ ലിങ്ക് ചെയ്യാൻ പഠിക്കുന്നു എന്തുമായിട്ട്, വിത്ത് കോൺസിക്വൻസ്. കോൺസിക്വൻസ് എന്ന് വെച്ചാൽ കോൺസിക്വൻസസ് എന്ന് പറയുന്ന പരിണത ഫലങ്ങൾ. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, ഭാവിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ അനുഭവത്തിലൂടെ അവർ നേടിയെടുക്കുന്ന അറിവിനെ ഭാവിയിലേക്ക് എത്തിക്കാൻ അവർ പഠിക്കുന്നു. വെൻ ദേ ആർ അലൗഡ് ടു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവരുടെ ഒരു ആക്ഷൻസുകൾ എന്ന് പറയുന്ന അവരുടെ അനുഭവങ്ങളിലൂടെയാണ്. വെൻ ദേ ആർ അലൗഡ് ടു എക്സ്പീരിയൻസ് ഇൻ ദ കോൺസിക്വൻസ് ഓഫ് ദെയർ ബിഹേവിയർ. അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ അവർ നേടിയെടുക്കുന്ന അറിവിനെ ഭാവിയിലേക്ക്, അല്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് ദെയർ ബിഹേവിയർ, അവരുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്തെടുക്കാൻ പഠിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അനുഭവത്തിലൂടെ നേടിയെടുക്കുന്ന അറിവിനെ ഭാവിയിൽ, അല്ലെങ്കിൽ കോൺസിക്വൻസസ് മീൻസ് പരിണത ഫലങ്ങൾ, അവരുടെ സ്വഭാവത്തെ രൂപീകരിച്ചെടുക്കുന്നതിനും സഹായകമാകുന്നുവെങ്കിൽ ഇത് ഏത് സ്കൂൾ ഓഫ് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു ആശയം. പ്രാഗ്മാറ്റിസം, ഐഡിയലിസം, റിയലിസം, നാച്ചുറലിസം. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ടു, ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്നത് പ്രാഗ്മാറ്റിസമാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രാഗ്മാറ്റിസം. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്നറിയപ്പെടും നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ അനുഭവത്തിലൂടെ നാം നേടിയെടുക്കുന്ന അറിവ്, അത് നമ്മുടെ ഭാവിയിൽ അല്ലെങ്കിൽ കോൺസിക്വൻസിൽ നമ്മുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്തെടുക്കുന്നുവെങ്കിൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി പ്രാഗ്മാറ്റിസം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ദെൻ വരുന്നത് പെഡഗോജി that encourage to question the inequalities that exist in society is known as the pedagogy. അപ്പോൾ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ചൂഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നിക്വാളിറ്റീസിനെ, അസമത്വങ്ങളെ വെല്ലുവിളിക്കാൻ പാകമായിട്ടുള്ള, ക്വസ്റ്റ്യൻ ചെയ്യാൻ പാകമായിട്ടുള്ള ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുന്നത് ഏത് തരത്തിലുള്ള പഠന ശാസ്ത്രത്തിലൂടെയാണോ ആ പഠനശാസ്ത്രത്തെ വിളിക്കുന്നത് എന്താണ്? കൺസ്ട്രക്റ്റിവിസം, ക്രിയേറ്റീവ്, ഇവാലുവേറ്റീവ്, critical. Once again, the pedagogy that encourage to question the inequalities that exist in society. സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഇന്നിക്വാളിറ്റീസിനെ ചോദ്യം ചെയ്യാൻ പാകമാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്നിക്വാളിറ്റീസിനെ ചോദ്യം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പഠനശാസ്ത്രം, പെഡഗോജി, അറിയപ്പെടുന്ന പേര് കൺസ്ട്രക്റ്റിവിസം, കൺസ്ട്രക്റ്റീവ്, ക്രിയേറ്റീവ്, ഇവാലുവേറ്റീവ്, ക്രിട്ടിക്കൽ. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ക്രിട്ടിക്കലാണ്. ക്രിട്ടിക്കൽ പെഡഗോഗി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്രിട്ടിക്കൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ പെഡഗോജി. നമ്മൾ നേരത്തെ പറഞ്ഞു പോളോഫെയർ ആണ് വിഭാവന ചെയ്തത് ക്രിട്ടിക്കൽ പെഡഗോജി. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് വെച്ചാൽ ചൂഷിതരുടെ വിദ്യാഭ്യാസം. സോ സെലക്ട് ദ ഓഡ് ഓൺ ഔട്ട് ഓഫ് ദി ഗിവൻ ലിസ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഓഡ് ഓൺ ഏതാണെന്നാണ് പറയേണ്ടിയിട്ടുള്ളത്. സോ ദ ത്രിപീഠകങ്ങളുമാണ് തന്നിരിക്കുന്നത്. ത്രിപീഠകാസ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെടുത്തി ബുദ്ധൻ്റെ വളരെ ഒഫീഷ്യലായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ വേദഗ്രന്ഥങ്ങൾ എന്ന് തന്നെ അറിയപ്പെടുന്നവയാണ് ത്രിപീഠകാസ്. അതിൽ വളരെ പ്രാധാന്യപ്പെട്ട ത്രിപീഠകകൾ നമുക്കറിയാം. ഇതിൽ ഓർഡർ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ സൂതപീഠിക, വിനയപീഠിക, അഭിധമ്മ പീഠിക, ശ്രവണ പീഠിക. ഇപ്പോൾ ശ്രവണ പീഠിക, അഭിധമ്മ പീഠിക, വിനയപീഠിക, സൂതപീഠിക. അപ്പോൾ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒഫീഷ്യലായിട്ടുള്ള അവരുടെ ഗ്രന്ഥങ്ങളെ, അല്ലെങ്കിൽ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് പീഠകകൾ.
3 തരത്തിലുള്ള പീഠികകളുണ്ട് നമുക്കറിയാം. സൂതപീഠിക, വിനയപീഠിത, പീഠിക, അഭിധമ്മ പീഠിക. സോ ദ ഓർഡർ ആയിട്ടുള്ളത് ഏതാണ് കുട്ടികളെ? ശ്രവണ പീഠികയാണ് കേട്ടോ. ശ്രവണ പീഠിക ഈസ് ദ ഓർഡർ നോൺ. ഏത് കറക്റ്റ് ആൻസർ ഈസ് ശ്രവണ പീഠക. അടുത്ത നെക്സ്റ്റ് വരുന്നത് സ്പിരിച്വൽ പ്രാക്ടീസ് ഇൻ്റഗ്രൽ യോഗ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇവിടെ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടിട്ടുള്ള പല ക്വസ്റ്റ്യൻസുകളിലും വിവിധ തലത്തിൽ ചോദിച്ചു എന്ന് മാത്രമല്ല സ്പിരിച്വൽ പ്രാക്ടീസിനും ഇൻ്റഗ്രൽ യോഗയും ഇൻട്രൊഡ്യൂസ് ചെയ്തത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് എഡ്യൂക്കേഷണൽ ഫിലോസഫർ ആണ് എന്നാണ് ക്വസ്റ്റ്യന്. സ്പിരിച്വൽ പ്രാക്ടീസ് ഇൻ്റഗ്രൽ യോഗ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ, സ്വാമി വിവേകാനന്ദ, മഹാത്മാ ഗാന്ധിജി, അരബിന്ദോ ഘോഷ്. അപ്പോൾ ആരാണ് സ്പിരിച്വൽ പ്രാക്ടീസ് ആൻഡ് ഇൻ്റഗ്രൽ യോഗയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ് കുട്ടികളെ? ദ കറക്റ്റ് ആൻസർ ഈസ് അരബിന്ദോ ഘോഷാണ്. സ്പിരിച്വൽ പ്രാക്ടീസ് ഇൻ്റഗ്രൽ യോഗ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അരബിന്ദോ ഘോഷ്. ഓക്കെ. ദ ഫിലോസഫി ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ നാച്ചർ ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ സ്വഭാവത്തിനനുസരിച്ച്, കുട്ടികളുടെ പ്രകൃതിക്കനുസരിച്ച് അല്ലേ പഠിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമീപനവുമായിട്ട് ബന്ധപ്പെടുത്തി ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ സമീപനമാണ് കുട്ടികളുടെ നാച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയത്? ദ ഫിലോസഫി ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് അക്കോർഡിംഗ് ടു ദ നാച്ചർ ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ പ്രകൃതിക്കിണക്കം അനുസരിച്ചുള്ള, കുട്ടികളുടെ നാച്ചർ അനുസരിച്ചുള്ള ഒരു സമീപനം, വിദ്യാഭ്യാസ മേഖലയുടെ സമീപനം ഏതാണ്? പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഐഡിയലിസം, റിയലിസം. ദ കറക്റ്റ് ആൻസർ ഈസ് നാച്ചുറലിസം. ഏതാണ്? നാച്ചുറലിസമാണ്. ഓക്കെ. ദെൻ ക്ലാസിക്കൽ റിയലിസം വാസ് എമർജ്ഡ് ഫ്രം ദ ടീച്ചിങ്. ക്ലാസിക്കൽ റിയലിസം എന്നറിയപ്പെടുന്നത് ക്ലാസിക്കൽ റിയലിസം ആണ്, വെറും റിയലിസം അല്ല. സോ ക്ലാസിക്കൽ റിയലിസം എന്നറിയപ്പെടുന്ന ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുടെ ടീച്ചിങ്സിൽ നിന്നും എമർജ് ചെയ്തിട്ടുള്ള ഉത്ഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഹച്ചിനസ്, റൂസോ. അപ്പോൾ ഒന്നുകൂടി, ക്ലാസിക്കൽ റിയലിസം ആർ എമർജ്ഡ് ഫ്രം ദ ടീച്ചിങ്സ് അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, ഹച്ചിനസ്, റൂസോ. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് അരിസ്റ്റോട്ടിൽ. അപ്പോൾ അരിസ്റ്റോട്ടിലാണ് ക്ലാസിക്കൽ റിയലിസത്തിൻ്റെ അരിസ്റ്റോട്ടിലിൻ്റെ ടീച്ചിങ്സിൽ നിന്നുമാണ് ക്ലാസിക്കൽ റിയലിസം എന്നറിയപ്പെടുന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ദ വേർഡ് മീനിങ് ഓഫ് ദ ടേം ബുദ്ധ. ബുദ്ധ എന്ന പദത്തിൻ്റെ അർത്ഥം എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ സാക്രഡ്, ഡിവൈൻ, ഇൻ്റലക്ട് ആൻഡ് എൻലൈറ്റഡ്. ദ കറക്റ്റായിട്ടുള്ള ആൻസർ ബുദ്ധ എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എൻലൈറ്റഡ്. നമ്മൾ എന്താണ് ജ്ഞാനോദയം അല്ലെങ്കിൽ ബുദ്ധ എന്നറിയപ്പെടുന്ന പദത്തിൻ്റെ അർത്ഥം ജ്ഞാനോദയം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് പേഴ്സണാലിറ്റി. ബുദ്ധന് ജ്ഞാനോദയം ലഭ്യമായിരുന്നില്ല. ബോധോദയം അല്ലെങ്കിൽ ജ്ഞാനോദയം എന്ന 2 പദത്തിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബോധോദയം എന്നോ ജ്ഞാനോദയം എന്നോ അറിയപ്പെടുന്നത്, അതിനെയാണ് എൻലൈറ്റഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. The next, critical pedagogy was developed as an educational approaches by Paulo Freire, Maria Montessori, Annie Sullivan, Aristotle. ഒന്നുകൂടി ചോദിച്ചിരിക്കുകയാണ് അതേ ക്വസ്റ്റ്യൻ. ഞാൻ നിരന്തരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് തന്നെ അറിയാം. ക്രിട്ടിക്കൽ പെഡഗോജി കൊണ്ടുവന്ന് പോളോ ഫെയർ ആണ്. അടുത്ത നെക്സ്റ്റ് ആണ് ഇൻഡിപെൻഡൻറ്റ് ഫിലോസഫി വിത്ത് ഇറ്റ്സ് ഓൺ മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, ലോജിക്, എത്തിക്സ് ആൻഡ് സാൽവേഷൻ. അപ്പോൾ ഇതെല്ലാം താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിലോസഫി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിലോസഫിക്കൽ സ്കൂളാണ്. നമ്മൾ ഒരുപാട് ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. വൈശേഷിക, ന്യായ, സാംഖ്യ, ഉത്തരമീമാംസ, പൂർവ്വമീമാംസ എന്നിവയൊക്കെയാണ് അല്ലേ. ആസ്തിക ആൻഡ് നാസ്തിക അവിടെയൊക്കെ നമ്മൾ പഠിച്ചു. ഇതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മെറ്റാഫിസിക്സും എപ്പിസ്റ്റമോളജിയും വിജ്ഞാനശാസ്ത്രവും ഒക്കെ തന്നെ പ്രദാനം ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് ഫിലോസഫിക്കൽ സ്കൂളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതാ? വൈശേഷിക, ന്യായ, സാംഖ്യ, മീമാംസ. ദ കറക്റ്റ് ആൻസർ ഈസ് വൈശേഷിക. ആൻഡ് ഇൻഡിപെൻഡൻസ് ഫിലോസഫി വിത്ത് its own metaphysics, epistemology, logic, ethics and salvation is closely related to വൈശേഷിക സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ കുട്ടികൾ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തി എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെ ഭാഗമായിട്ട് മെയിൻലി പഠിക്കേണ്ടിയിട്ടുള്ളത്. അതായത് ഇനിയും നിരവധി ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത്, എന്നാൽ തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുമാണ്. ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചില ഫാക്റ്റുകൾ കൂടി നിങ്ങൾക്ക് പഠിക്കുക എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസുകൾ മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ട, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചില ഫാക്റ്റുകൾ കൂടി പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.